ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഡൈമെൻഷൻസ് ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നൊരു ചെറിയ ഭാഗത്തിൻ്റെ വീഡിയോ ആണ്. റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡൈമെൻഷൻസ് അല്ലെങ്കിൽ ഘടകങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ക്രെഡിറ്റ് പോളിസി, സെക്കൻഡ് വൺ എക്സിക്യൂഷൻ ഓഫ് ക്രെഡിറ്റ് പോളിസി, തേർഡ് വൺ ഫോർമുലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് കളക്ഷൻ പോളിസി. അപ്പോൾ എന്താണ് ഫോർമുലേഷൻ ഓഫ് ക്രെഡിറ്റ് പോളിസി എന്ന് നോക്കാം. ഫോർമുലേഷൻ ഓഫ് ക്രെഡിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ് എ കമ്പനി മസ്റ്റ് അഡോപ്റ്റ് എ ക്രെഡിറ്റ് പോളിസി. റിസീവബിൾസിനെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ ഏതൊരു കമ്പനി നിർബന്ധമായിട്ടും ഒരു ക്രെഡിറ്റ് പോളിസി അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ക്രെഡിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് പോളിസി റെഫേഴ്സ് ടു ദ പോളിസി ഓൺ ഗ്രാൻഡിങ് ആൻഡ് കളക്ടിങ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യാനും കളക്ട് ചെയ്യാനുമുള്ള പോളിസിയാണ് നമ്മൾ ക്രെഡിറ്റ് പോളിസി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. It is the policy relating to the credit standards, credit period, cash discount and collection procedures. ക്രെഡിറ്റ് സ്റ്റാൻഡേർഡുകളുമായിട്ടും ക്രെഡിറ്റ് പീരിയഡുമായിട്ടും ക്യാഷ് ഡിസ്കൗണ്ടുമായിട്ടും കളക്ഷൻ പ്രൊസീജിയറുകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോളിസിയാണ് ക്രെഡിറ്റ് പോളിസി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ ക്രെഡിറ്റ് പീരിയഡ് ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് ദ ക്രെഡിറ്റ് ഈസ് ഗിവൻ. ക്രെഡിറ്റ് നൽകുന്ന ലെങ്ത് ഓഫ് ടൈമിനെയാണ് നമ്മൾ ക്രെഡിറ്റ് പീരിയഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്രെഡിറ്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് ദ ക്രെഡിറ്റ് ഈസ് ഗിവൻ. ക്രെഡിറ്റ് നൽകുന്ന അല്ലെങ്കിൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ലെങ്ത് ഓഫ് ടൈമിനെയാണ് നമ്മൾ ക്രെഡിറ്റ് പീരിയഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇഫ് ദ ക്രെഡിറ്റ് പീരിയഡ് ഈസ് ലെങ്തൻഡ്, സെയിൽസ് വിൽ ജനറലി ഇൻക്രീസ്. ക്രെഡിറ്റ് പീരിയഡ് ലെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ജനറലി ഇൻക്രീസ് ചെയ്യുകയും ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ ആസ് വെൽ, അക്കൗണ്ട്സ് റിസീവബിൾസും ഇൻക്രീസ് ചെയ്യും. എ ഷോർട്ടനിങ് ഓഫ് ക്രെഡിറ്റ് പീരിയഡ് വിൽ ഹാവ് ദ ഓപ്പോസിറ്റ് എഫക്റ്റ്. പക്ഷേ മറിച്ച് ക്രെഡിറ്റ് പീരിയഡ് ഷോർട്ടനിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എഫക്റ്റ് ആവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ദിസ് വിൽ ഇൻക്രീസ് ദ ഫിനാൻസിങ് നീഡ്സ് ആൻഡ് പോസിബിളി ഇൻക്രീസ് ദ ബാഡ് ഡെപ്റ്റ്സ് ലോസസ്. അതുകൊണ്ട് തന്നെ ഫിനാൻസിങ് നീഡുകളെ ഇൻക്രീസ് ചെയ്യുകയും ബാഡ് ഡെപ്റ്റുകൾ ഉണ്ടാകുന്ന ചാൻസസിനെ പോസിബിളി ഇൻക്രീസ് ചെയ്യും, ബാഡ് ഡെപ്റ്റ് ഉണ്ടാകാതിരിക്കാനുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, ബാഡ് ഡെപ്റ്റ് ലോസസിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ക്രെഡിറ്റ് പോളിസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് പോളിസി പറഞ്ഞാൽ എങ്ങനെയാണ് ക്രെഡിറ്റ് കളക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള പോളിസിയാണ് നമ്മൾ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. അതിൽ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്, ക്രെഡിറ്റ് പീരിയഡ് വരുന്നുണ്ട്, ക്യാഷ് ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട്, കളക്ഷൻ പ്രൊസീജിയറുകൾ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് ദ ക്രെഡിറ്റ് ഈസ് ഗിവൻ. ക്രെഡിറ്റ് നൽകുന്ന ലെങ്ത് ഓഫ് ടൈമിനെയാണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യുന്ന ലെങ്ത് ഓഫ് ടൈമിനെയാണ് നമ്മൾ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. ക്രെഡിറ്റ് പീരിയഡ് ലെങ്തൻഡ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് എന്ത് ചെയ്യും? നോർമലി ഇൻക്രീസ് ചെയ്യും, അക്കൗണ്ട്സ് റിസീവബിൾസും ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഫിനാൻസിങ് നീഡ്സ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുകയും ബാഡ് ഡെപ്റ്റ് ലോസസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഷോർട്ടനിങ് ഓഫ് ക്രെഡിറ്റ് പീരിയഡ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്ത് എന്താണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് നോക്കാം. ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഡിറ്റർമിൻ ദ മിനിമം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് റിക്വയർഡ് ടു ബിക്കം എ ഗുഡ് ക്രെഡിറ്റ് ഫോർ ദ ഫേംസ്. ഒരു ഫേമിന് ഗുഡ് ക്രെഡിറ്റ് നേടിയെടുക്കാനുള്ള ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനെയാണ് അതിനെന്ത് പറയുന്നത്? ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഡിറ്റർമിൻ ദ മിനിമം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് റിക്വയർഡ് ടു ബിക്കം എ ഗുഡ് ക്രെഡിറ്റ് ഫോർ ദ ഫേംസ്. ഫേംസിന് ഗുഡ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള മിനിമം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനെയാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. വെൻ എ ഫേം ടൈറ്റൻസ് ഇറ്റ്സ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ്, ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് ടൈറ്റൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് സെൽസ് ഓൺ ക്രെഡിറ്റ് മോർ സെലക്റ്റീവായിട്ട് മാത്രമേ അതിന് ക്രെഡിറ്റിന് വിൽക്കാൻ കഴിയുള്ളൂ. ദിസ് വേ ഇറ്റ് വിൽ ലൈക്ലി സെൽ ലെസ് ആൻഡ് സർട്ടൻലി മേക്ക് ഫ്യൂവർ ക്രെഡിറ്റ് സെയിൽസ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സെയിൽസ് മാത്രമാവുകയും അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സെയിൽസുകൾ വളരെ ഫ്യൂവറായിട്ട് മാറുകയും ചെയ്യും. പ്രോഫിറ്റ് മേ ബി അഫക്റ്റഡ് ഇൻ ഐദർ ഡയറക്ഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റ് അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഡിറ്റർമിൻ ദ മിനിമം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് റിക്വയർഡ് ടു ബിക്കം എ ഗുഡ് ക്രെഡിറ്റ് ഫോർ ദ ഫേംസ്. ഫേംസിന് ഒരു ഗുഡ് ക്രെഡിറ്റ് നേടിയെടുക്കാനുള്ള മിനിമം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്രെഡിറ്റ് ടേംസ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ക്രെഡിറ്റ് പീരിയഡ് ആൻഡ് എനി ഡിസ്കൗണ്ട്സ് ഓഫേർഡ് ഫോർ ടൈംലി പേയ്മെൻറ്റ്. ക്രെഡിറ്റ് പീരിയഡുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് ക്രെഡിറ്റ് ടേംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് എനി ഡിസ്കൗണ്ട് ഓഫേർഡ് ഫോർ ടൈംലി പേയ്മെൻറ്റ്, ടൈംലി പേയ്മെൻറ്റിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ടുകളെയുമാണ് നമ്മൾ ക്രെഡിറ്റ് ടേംസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്രെഡിറ്റ് ടേംസ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ക്രെഡിറ്റ് പീരിയഡ്, ക്രെഡിറ്റ് പീരിയഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെയും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓഫേർഡ് ഫോർ ടൈംലി പേയ്മെൻറ്റ്, ടൈംലി പേയ്മെൻറ്റിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ടുകളെയുമാണ് ക്രെഡിറ്റ് ടേംസ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ കണ്ടീഷൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്രെഡിറ്റ് ടേംസ് ആർ യൂഷ്വലി സ്റ്റേറ്റഡ് ഇൻ ദ ഫോളോയിങ് ഫോം: 2/10, അതായത്
അതായത് നെറ്റ് 30 ആയിട്ട് വരുന്ന രീതിയിൽ, അതായത് 2/10 എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് മീൻസ് എ 2% ഡിസ്കൗണ്ട്, 2% ഡിസ്കൗണ്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇഫ് ദ അക്കൗണ്ട് ഈസ് പെയ്ഡ് വിത്തിൻ 10 days, 10 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിലേക്ക് കിട്ടാനുള്ള എമൗണ്ട് മുഴുവനായിട്ട് തന്നു കഴിഞ്ഞാൽ 2% ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നത്. അതർവൈസ് ദ അക്കൗണ്ട് മസ്റ്റ് ബി പെയ്ഡ് വിത്തിൻ 30 days, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുക, അക്കൗണ്ട് നിർബന്ധമായിട്ടും പേ ചെയ്യുക. ഇതൊരു ക്രെഡിറ്റ് ടേംസ് ആണ്, നോർമലി ഫേമുകൾ ഉപയോഗിക്കുന്ന ഒരു ക്രെഡിറ്റ് ടേംസ് ആണിത്. അപ്പോൾ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത് വെച്ചാൽ 10 ദിവസം കൊണ്ട് അക്കൗണ്ടിലേക്ക് പെയ്ഡ് ചെയ്യാനുള്ള തുക മുഴുവനായിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ 2% ഡിസ്കൗണ്ട് ഫേം ആർക്ക് പ്രൊവൈഡ് ചെയ്യും? ഡെപ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇഫ് ദ അക്കൗണ്ട് മസ്റ്റ് ബി പെയ്ഡ് വിത്തിൻ 30 days, അതർവൈസ് എന്ത് ചെയ്യുക, അക്കൗണ്ട് 30 ദിവസത്തിനുള്ളിൽ പേ ചെയ്യുക. ക്യാഷ് ഡിസ്കൗണ്ട്സ് ആർ ഓഫൺ യൂസ്ഡ് ടു എൻകറേജ് ഏർലി പേയ്മെൻറ്റ്. ഏർലി പേയ്മെൻറ്റിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ക്യാഷ് ഡിസ്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എഫക്റ്റീവ്ലി ലോവറിങ് ദ പ്രൈസസ് ലോവറിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ലാർജർ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിനെ കൂടുതലായിട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ അവർക്ക് കഴിയും. സോ ദ ലാർജർ ക്യാഷ് ഡിസ്കൗണ്ട് വിൽ പ്രോബബിളി ഇൻഡ്യൂസ് മോർ സെയിൽസ്. ക്യാഷ് ഡിസ്കൗണ്ട് ലാർജർ ആകും തോറും സെയിൽസ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഒരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി എങ്ങനെയായിരിക്കും? യൂഷ്വലി ഇൻ ദ ഫോളോയിങ് ഫോം 2/10 എന്ന രീതിയിലാണ് നോർമലി ക്രെഡിറ്റ് ഫോംസ് പ്രൊവൈഡ് ചെയ്യാറ്. ദാറ്റ് മീൻസ് 2% ഡിസ്കൗണ്ട് വിൽ അപ്ലൈ ഇഫ് ദ അക്കൗണ്ട് ഈസ് പെയ്ഡ് വിത്തിൻ 30 days, അല്ല വിത്തിൻ 10 days. 10 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിലേക്ക് കിട്ടാനുള്ള തുക മുഴുവനായിട്ട് നൽകിക്കഴിഞ്ഞാൽ 2% ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. അതർവൈസ് ദ അക്കൗണ്ട് മസ്റ്റ് ബി പെയ്ഡ് വിത്തിൻ 30 days. ഇതല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ കിട്ടാനുള്ള തുക മുഴുവനായിട്ട് അടച്ചു തീർക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് സെയിൽസ് അല്ല ക്രെഡിറ്റ് സെയിൽസിൽ കൂടെ നമ്മളുടെ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻകറേജ് ദ ഏർലി പേയ്മെൻറ്റിനെ എൻകറേജ് ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതും ലോവറിങ് ദ പ്രൈസസ് എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആൻ ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി ക്യാൻ ബി ഡിറ്റർമിൻഡ് ഓൺലി ബൈ കൺസിഡറിങ് ദ കോമ്പറ്റീറ്റേഴ്സ് ക്രെഡിറ്റ് പോളിസി. ഒരു ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കോമ്പറ്റീറ്ററുടെ ക്രെഡിറ്റ് പോളിസി കൺസിഡർ ചെയ്തിട്ടാണ്. എങ്ങനെയാണ് ഒരു മത്സര കക്ഷി ക്രെഡിറ്റ് പോളിസി ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെ അനുസൃതമായിട്ടാണ് ഒരു ഫേം അതിൻ്റെ ക്രെഡിറ്റ് പോളിസി ഫോളോ ചെയ്യുന്നത്. സോ എൻ ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി ഈസ് വൺ വിച്ച് റെഡ്യൂസസ് അക്കൗണ്ട്സ് റിസീവബിൾസ് ആൻഡ് ഇൻക്രീസസ് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുകയും അക്കൗണ്ട് റിസീവബിൾസിനെ റെഡ്യൂസ് ചെയ്യുന്ന പോളിസിയാണ് നമ്മളെ ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി എന്ന് പറയാം. സോ എൻ ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി ഈസ് വൺ വിച്ച് റെഡ്യൂസസ് ദ അക്കൗണ്ട്സ് റിസീവബിൾസിനെ റെഡ്യൂസ് ചെയ്യുകയും പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പോളിസിയെയാണ് നമ്മളെ ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി എന്ന് പറയാം. അപ്പോൾ ഇതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്, അത് പറഞ്ഞാൽ എന്താണ്, മിനിമം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനാണ് നമ്മൾ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക. ക്രെഡിറ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പീരിയഡും അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ടുകളാണ് പറയുന്നത്. നോർമലി അത് 2/10 ആയിരിക്കും. അതായത് 10 ദിവസം കൊണ്ട് മുഴുവനായി തുക അടച്ചു തീർത്ത് കഴിഞ്ഞാൽ എന്ത് തരിക ചെയ്യുന്നത്, 2% ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 30 ദിവസത്തിനുള്ളിൽ മുഴുവൻ തുക അടച്ചു തീർക്കുക. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഡെപ്റ്റേഴ്സിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ന്യൂ കസ്റ്റമേഴ്സിനെ അതുപോലെ തന്നെ കൂടുതൽ ആളുകളെയും അട്രാക്റ്റ് ചെയ്യുകയും ഫേമിൻ്റെ ഏർലി പേയ്മെൻറ്റ് സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ദ ക്രെഡിറ്റ് പോളിസി. ക്രെഡിറ്റ് പോളിസിയുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂഷൻ ഓഫ് ക്രെഡിറ്റ് പോളിസി റെഫേഴ്സ് ടു കളക്ടിങ് ദ ക്രെഡിറ്റ് ഇൻഫർമേഷൻ, ക്രെഡിറ്റ് അനാലിസിസ് ആൻഡ് ക്രെഡിറ്റ് ഡിസിഷൻ. Credit should be granted to those customers who have ability to make payment on time. Traditional credit analysis takes the following 5 C's. They are capital, character, capacity, collateral and conditions. അതായത് എക്സിക്യൂഷൻ ഓഫ് ദ ക്രെഡിറ്റ് പോളിസിയുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സിക്യൂഷൻ ഓഫ് ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? റെഫേഴ്സ് ടു കളക്ടിങ് ദ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ക്രെഡിറ്റ് അനാലിസിസ് നടപ്പിലാക്കുക, ക്രെഡിറ്റ് ഡിസിഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് ക്രെഡിറ്റ് പോളിസിയുടെ എക്സിക്യൂഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ എക്സിക്യൂഷൻ ഓഫ് ക്രെഡിറ്റ് പോളിസി റെഫേഴ്സ് ടു കളക്ടിങ് ദ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ക്രെഡിറ്റ് അനാലിസിസ് നടപ്പിലാക്കുക, ക്രെഡിറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ക്രെഡിറ്റ് പോളിസിയുടെ എക്സിക്യൂഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ക്രെഡിറ്റ് ഷുഡ് ബി ഗ്രാൻറ്റഡ് ടു ദോസ് കസ്റ്റമേഴ്സ് ഹു ഹാവ് എബിലിറ്റി ടു മേക്ക് പേയ്മെൻറ്റ് ഓൺ ടൈം.
സമയബന്ധിതമായിട്ട് പേയ്മെൻറ്റ് അടച്ചു തീർക്കാൻ അല്ലെങ്കിൽ എബിലിറ്റിയുള്ള കസ്റ്റമേഴ്സിനാണ് ക്രെഡിറ്റ് എന്നുള്ളത് നോർമലി ഗ്രാൻറ്റ് ചെയ്യുക. സോ ദ ട്രഡീഷണൽ ക്രെഡിറ്റ് അനാലിസിസ് ടേക്സ് ദ ഫോളോയിങ് 5 C's. ക്രെഡിറ്റ് അനാലിസിസിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ദേ ആർ ക്യാപിറ്റൽ, ക്യാരക്ടർ, കപ്പാസിറ്റി, കൊളാട്ടറൽ ആൻഡ് കണ്ടീഷൻ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ ക്യാപിറ്റൽ ബേസ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ബോറോവർ. ബോറോവറുടെ ക്യാപിറ്റൽ ബേസും ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്നതാണ് സൂചിപ്പിക്കുന്നത്. ബോറോവേഴ്സ് ടോട്ടൽ അസറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ലിക്വിഡിറ്റി, എമൗണ്ട് ഓഫ് ഇക്വിറ്റി, ഫിനാൻഷ്യൽ പ്രോഗ്രസ് എക്സെട്ര ആർ സിഗ്നിഫിക്കൻറ്റ് മെഷേഴ്സ് ഓഫ് എ ബോറോവേഴ്സ് ക്യാപിറ്റൽ പൊസിഷൻ. ഒരു ബോറോവറുടെ ക്യാപിറ്റൽ പൊസിഷനിൽ പ്രധാനമായിട്ടും വരുന്നത് അവരുടെ ടോട്ടൽ അസറ്റ്, അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ലിക്വിഡിറ്റി, എമൗണ്ട് ഓഫ് ഇക്വിറ്റി, ഫിനാൻഷ്യൽ പ്രോഗ്രസ് എന്നിവ കണക്കാക്കിയിട്ടാണ് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് മണി പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ബോറോവേഴ്സ് എബിലിറ്റി ടു റീപേ ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിയാണ് നമ്മൾ കപ്പാസിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ മോറൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് നോബിൾ ഇൻറ്റൻഷണൽ വില്ലിംഗ്നെസ് ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ടു ഓണർ ദ ഒബ്ലിഗേഷൻ. അവരുടെ ഭാഗത്തു നിന്നുള്ള ചുമതല, ഡെപ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചുമതല പൂർണ്ണമായും നടപ്പിലാക്കാനുള്ള അവരുടെ മര്യാദാപരമായിട്ടുള്ള ആക്ടിവിറ്റികളും ഇൻറ്റൻഷനെയുമാണ് അല്ലെങ്കിൽ വില്ലിങ്നെസ്സിനെയുമാണ് ക്യാരക്ടർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കടം കൊടുത്ത തുക തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യത അവരുടെ കയ്യിൽ നിന്നും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കലാണ് ക്യാരക്ടർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, കൊളാട്ടറൽ. കൊളാട്ടറൽ പറഞ്ഞാൽ ദിസ് ഈസ് ദ സെക്യൂരിറ്റി ഓർ അസറ്റ്സ് പ്ലഡ്ജ്ഡ് എഗെയിൻസ്റ്റ് ദ പ്രൊവൈഡിങ് ക്രെഡിറ്റ്. പ്രൊവൈഡ് ചെയ്ത ക്രെഡിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലഡ്ജ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റിയെയോ അസറ്റിനെയാണ് നമ്മൾ കൊളാട്ടറൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അനുബന്ധം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നെക്സ്റ്റ്, കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ദ എക്കണോമിക് ആൻഡ് അതർ കണ്ടീഷൻസ് വിച്ച് മേ അഫക്ട് ദ കസ്റ്റമേഴ്സ് എബിലിറ്റി ടു പേ. കസ്റ്റമേഴ്സിൻ്റെ എബിലിറ്റി ടു പേയെ ബാധിക്കുന്ന കണ്ടീഷൻസ്. അഡ്വേഴ്സ് എക്കണോമിക് കണ്ടീഷൻ ക്യാൻ അഫക്ട് ദ എബിലിറ്റി ഓഫ് ദ ബയർ ടു മേക്ക് പേയ്മെൻറ്റ് ഓൺ ദ ഡ്യൂ ഡേറ്റ്. അതായത് നിശ്ചിത ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് നടപ്പിലാക്കാനുള്ള ബയ്യറുടെ എബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതാണ് അഡ്വേഴ്സ് ആയിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് കണ്ടീഷൻസ് എന്തായിരിക്കണം? അഡ്വേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്ട് ദ എബിലിറ്റി ഓഫ് ദ ബയ്യർ ടു മേക്ക് പേയ്മെൻറ്റ് ഓൺ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിൽ പേയ്മെൻറ്റ് നടപ്പിലാക്കാനുള്ള അവരുടെ എബിലിറ്റി അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കണ്ടീഷൻസ് എന്നുള്ളതും അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ക്യാപിറ്റൽ, ക്യാരക്ടർ, കൊളാട്രൽ, കണ്ടീഷൻസ്, അതുപോലെ തന്നെ കപ്പാസിറ്റി. ക്യാരക്ടർ, കപ്പാസിറ്റി, ക്യാപിറ്റൽ, കൊളാട്രൽ ആൻഡ് കണ്ടീഷൻസ് ആണ് പ്രധാനപ്പെട്ട ക്രെഡിറ്റ് പോളിസിയുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് അനാലിസിസ് നടപ്പിലാക്കുന്ന സമയത്ത് ഈ 5 C's എന്നുള്ളത് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ്, മൂന്നാമത്തെ ഡയമെൻഷനാണ് ഫോർമുലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് കളക്ഷൻ പോളിസി. കളക്ഷൻ പോളിസിയുടെ ഫോർമുലേഷനും എക്സിക്യൂഷനും. ഇവിടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ മീൻസ് ഒബ്റ്റെയിനിങ് പേയ്മെൻറ്റ്സ് വെൻ ദേ ബിക്കം ഡ്യൂ. അതായത് പേയ്മെൻറ്റ് നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ കളക്ഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒബ്റ്റെയിനിങ് പറഞ്ഞാൽ നേടിയെടുക്കുക. ഒബ്റ്റെയിനിങ് പേയ്മെൻറ്റ്സ് വെൻ ദേ ബിക്കം ഡ്യൂ. ഡ്യൂ ആയി കിടക്കുന്ന പേയ്മെൻറ്റുകൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കളക്ഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൾ കസ്റ്റമേഴ്സ് ഡു നോട്ട് മേക്ക് പേയ്മെൻറ്റ് ഇൻ ടൈം. എല്ലാ കസ്റ്റമേഴ്സും ഒരേ സമയം തന്നെ പേയ്മെൻറ്റ് നടപ്പിലാക്കുകയില്ല. വെൻ ദ ഫേം ഫെയിൽസ് ടു കളക്ട് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള തുക കളക്ട് ചെയ്യുന്നതിന് ഫേം ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ലോസ് ഓഫ് ബാഡ് ഡെപ്റ്റ് അറൈസ് ചെയ്യുകയും ഹെൻസ് ദർ ഇസ് എ നീഡ് ടു ഫോർമുലേറ്റ് കളക്ഷൻ പോളിസി. അതുകൊണ്ട് തന്നെ കളക്ഷൻ പോളിസി ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഒരു ആവശ്യകത വന്നു ചേരുകയും ചെയ്യും. ദ പ്രൈമറി പർപ്പസ് ഓഫ് എനി കളക്ഷൻ പോളിസി ഷുഡ് ബി ടു സ്പീഡ് അപ്പ് ദ കളക്ഷൻ ഓഫ് ഡ്യൂസ്. കളക്ഷൻ ഓഫ് ഡ്യൂസിനെ സ്പീഡപ്പ് ചെയ്യുക എന്നതും ബിക്കോസ് ആസ് ദ ഡിലേ ഇൻക്രീസസ്, ഡിലേ വർദ്ധിച്ചു കഴിഞ്ഞാൽ ചാൻസസ് ഓഫ് ബാഡ് ഡെപ്റ്റ്സ് ആൾസോ ഇൻക്രീസസ്. ബാഡ് ഡെപ്റ്റ് ആകാനുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യും. സോ ദ ഫോർമുലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് കളക്ഷൻ പോളിസീസ് ക്യാൻ മിനിമൈസ് ദ പ്രോബ്ലം. കളക്ഷൻ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുകയോ എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രോബ്ലത്തിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ കഴിയും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഡയമെൻഷനായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ മീൻസ് ഒബ്റ്റെയിനിങ് പേയ്മെൻറ്റ്സ് വെൻ ദേ ബിക്കം ഡ്യൂ. ഡ്യൂ ആയിട്ടുള്ള പേയ്മെൻറ്റുകൾ നേടിയെടുക്കുന്നതിനാണ് നമ്മൾ കളക്ഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൾ കസ്റ്റമേഴ്സ് ഡു നോട്ട് മേക്ക് പേയ്മെൻറ്റ് ഇൻ ടൈം. എല്ലാ കസ്റ്റമേഴ്സും ഒരേ സമയം തന്നെ പേയ്മെൻറ്റ് നടപ്പിലാക്കുകയില്ല. സോ വെൻ ദ ഫേം ഫെയിൽസ് ടു കളക്ട് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൽ നിന്നും കിട്ടാനുള്ള തുക നിശ്ചിത സമയത്തിനുള്ളിൽ കളക്ട് ചെയ്യുന്നതിൽ ഫേം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ലോസ് ഓഫ് ബാഡ് ഡെപ്റ്റ് അറൈസസ്. അതായത് കിട്ടാക്കടത്തിൻ്റെ വർധനവ് വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ദർ ഇസ് എ നീഡ് ടു ഫോർമുലേറ്റ് എ ക്രെഡിറ്റ് പോളിസി. കൊടുത്ത തുക തിരിച്ചു കിട്ടാൻ ആവശ്യമുള്ള ഒരു ക്രെഡിറ്റ് പോളിസി ഫോളോ ചെയ്യേണ്ടത് ഫേമിൻ്റെ അത്യാവശ്യമായിട്ട് മാറുകയും ചെയ്യും. സോ ദ പ്രൈമറി പർപ്പസ് ഓഫ് കളക്ഷൻ പോളിസി ഷുഡ് ബി ടു സ്പീഡ് അപ്പ് ദ കളക്ഷൻ ഓഫ് ഡ്യൂസ്.
കളക്ഷൻ ഓഫ് ഡ്യൂസ് സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. ബിക്കോസ് ആസ് ദ ഡിലേ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസസ് ഓഫ് ബാഡ് ഡെപ്റ്റ്സ് ആൾസോ ഇൻക്രീസ്. ബാഡ് ഡെപ്റ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യുകയും സോ ദ ഫോർമുലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് കളക്ഷൻ പോളിസീസ് ക്യാൻ മിനിമൈസ് ദ പ്രോബ്ലം. ഫോർമുലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് കളക്ഷൻ പോളിസികളുടെ ഫോർമുലേഷൻ ആൻഡ് എക്സിക്യൂഷൻ എന്നുള്ളത് പ്രോബ്ലം മിനിമൈസ് ചെയ്യുകയും ചെയ്യും. സോ ദീസ് ആർ ദ മെയിൻ ഡൈമെൻഷൻസ്. ഇതാണ് പ്രധാനപ്പെട്ട ഡൈമെൻഷൻസ് ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ്. റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, ക്രെഡിറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുകയും, രണ്ടാമത്തേത് ക്രെഡിറ്റ് പോളിസിയുടെ എക്സിക്യൂഷനും, മൂന്നാമത്തേത് എക്സിക്യൂഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് കളക്ഷൻ പോളിസിയും ആണ്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.